ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ ട്രാൻസ്ലേഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വർത്തമാനകാലം, അതായത് ലട്ട്, ഭൂതകാലം, ലങ്, ഇത്രേൻ്റെ ഉദാഹരണം കുറേയൊക്കെ പഠിച്ചു അല്ലേ. ഇനി നമുക്ക് ഒന്ന് ഭാവി കാലം, അതായത് ഫ്യൂച്ചർ ടെൻസ് എങ്ങനെയാണ് പറയുന്നത്, ഫ്യൂച്ചർ ടെൻസ് എന്താണെന്ന് നോക്കാം. അപ്പം നമ്മൾ പഠിച്ചതിൽ വർത്തമാനകാലം എന്താണ്? ലട്ടാണ് വർത്തമാനകാലം, പ്രസൻറ്റ് ടെൻസ്. ലങ് പാസ്റ്റ് ടെൻസ്, ഭൂതകാലം. ലിറിട്ടാണ് ഫ്യൂച്ചർ ടെൻസ്, അതായത് ഭാവി കാലം. ലിറിട്ട് എന്തിനെ കാണിക്കുന്നു? അപ്പം ഭൂതകാലത്തെ, ഭാവി കാലത്തെ ഫ്യൂച്ചർ ടെൻസിനെ കാണിക്കുന്നു. അപ്പോൾ അതിന് ഉദാഹരണങ്ങളിലൂടെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ നോക്കിക്കോളൂ. ആകാശത്ത് നിന്നും തുള്ളികൾ വീഴും. വീഴുന്നുമല്ല, വീണുമല്ല, വീഴും അല്ലേ. അപ്പോൾ ആകാശത്ത് നിന്നെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഫ്രം എന്നുള്ള അർത്ഥമല്ലേ വരുന്നത്. അത് ഏത് വിഭക്തി വരും? പഞ്ചമി. ആകാശാത്ത്, ആകാശാത്ത്, ആകാശാത്ത്. ഇനി ആകാശത്ത് തുള്ളികൾ. തുള്ളിക്ക് ഞാൻ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. തുള്ളി എന്ന് പറയുന്നത് ബിന്ദുവാണ്. ബിന്ദു, ബിന്ദവഹ. അപ്പം ബിന്ദവഹയാണ് അതിൻ്റെ പ്ലൂറൽ. ബിന്ദു, ബിന്ദവഹ. അപ്പം ബിന്ദവഹ, ബിന്ദവഹ. ഇനി വീഴും. അപ്പം വീഴുന്നു എന്നാണെങ്കിൽ എന്ത് ചെയ്താൽ? പതതി. പത് ധാതുവാണ്. പതതി, പതതഹ, പതന്തി അല്ലേ. തുള്ളികളാകുമ്പോൾ ബഹുവചനമാണ് പതന്തി. പക്ഷേ പാസ്റ്റ് ടെൻസ്, അതായത് ഭൂതകാലമായിരുന്നെങ്കിലോ അപതത്ത്, അപതതാം, അപതൻ. അപ്പം അപതനാണ്. അങ്ങനെ ഫ്യൂച്ചർ ടെൻസ്, അതായത് ലിട്ടിനെ എന്തിനെ കാണിക്കും? നോക്കിക്കോളൂ. പതിഷ്യതി, പതിഷ്യതി, വീഴും. ഇത് പ്രഥമ പുരുഷനാണ്. അതിൻ്റെ ദ്വിവചനം പതിഷ്യതഃ, ബഹുവചനം പതിഷ്യന്തി. മധ്യപുരുഷൻ പതിഷ്യസി, പതിഷ്യതഃ, പതിഷ്യഥ. ഉത്തമപുരുഷൻ പതിഷ്യാമി, പതിഷ്യാമഹ, പതിഷ്യാമഹ. ഇതാണ്. അപ്പം നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ ബിന്ദു വീഴും, ബിന്ദവഹയാണ്. തുള്ളികൾ, അത് ബഹുവചനമാകുമ്പം പതിഷ്യതി, പതിഷ്യഹ, പതിഷ്യന്തിയാണ്. പതിഷ്യന്തി, പതിഷ്യന്തി, പതിഷ്യന്തി. അത് കഴിഞ്ഞിട്ട് അടുത്ത നോക്കിക്കോളൂ. ഞാൻ കൂട്ടുകാരോടൊപ്പം ആഹാരം കഴിക്കും. ഞാൻ എന്നുള്ള അറിയാം. അഹമാണ് ഞാനെന്നറിയാം. അഹം കൂട്ടുകാരോടൊപ്പം. അവിടെ ഏത് ലിംഗവ്യത്യാസം പറഞ്ഞില്ല. അപ്പം നമുക്ക് പുല്ലിംഗമായിട്ട് എടുക്കാം. കൂട്ടുകാരൻ എന്താ? മിത്രമാണ്. അപ്പം അതിൻ്റെ കൂട്ടുകാരോട് എന്നുള്ള ഏത് വിഭക്തി വരും? തൃതീയല്ലേ വരേണ്ടുന്നത്. ഓട്, ആൾ ഒക്കെയാണ് തൃതീയയുടെ. അപ്പം മിത്രം ആവുമ്പം മിത്രേണ സഹ. പക്ഷെ ഇവിടെ കൂട്ടുകാരോട് ബഹുവചനമാണ്. അപ്പം മിത്രേണ, മിത്രാഭ്യാം, മിത്രൈഹി, മിത്രൈഹി, മിത്രൈഹി. ഇനി തൃതീയ വരുമ്പോൾ എപ്പോഴും സഹ വരുമെന്ന് പറഞ്ഞല്ലേ. അപ്പം ഒപ്പം സഹ, മിത്രൈഹി സഹ. ഇനി ആഹാരം, ഭോജനം. ആഹാരത്തിന് ഭോജനം തന്നെ, ഭോജനം. ഇനി കഴിക്കും, അത് ഫ്യൂച്ചർ ടെൻസ് ആണ്. കഴിക്കുക എന്ന് പറയുന്നത് ഖാദ് ധാതുവാണ്. ഖാദ് ധാതുവാണ് കഴിക്കുക. ഖാദതി, ഖാദതഃ, ഖാദന്തി വർത്തമാനകാലം. പാസ്റ്റ് ടെൻസ് അഖാദത്, അഖാദതാം, അഖാദൻ. അപ്പോൾ ഇവിടെ ഫ്യൂച്ചർ ടെൻസ് എങ്ങനെ വരും? ഖാദിഷ്യതി, ഖാദിഷ്യതഃ, ഖാദിഷ്യന്തി. പക്ഷേ പ്രഥമ പുരുഷനല്ല അവിടെ വരേണ്ട. കാരണം എന്താണ്? അഹമാണ് വന്നിരിക്കുന്നത്. അഹത്തിന് ഏത് വരണം? ഉത്തമ പുരുഷൻ. അപ്പം ഖാദിഷ്യാമി, ഖാദിഷ്യാമി, ഖാദിഷ്യാവഹ, ഖാദിഷ്യാമഹ. അപ്പം ഖാദിഷ്യാമി, ഖാദിഷ്യാമി. അടുത്ത, അവൾ കൂട്ടുകാരോടൊപ്പം ഉദ്യാനത്തിലേക്ക് പോകും. അവൾ അറിയാം. ഇവിടെ കൂട്ടുകാരികളോടൊപ്പം. നേരത്തെ കൂട്ടുകാരോടൊപ്പമാണ്. കൂട്ടുകാരിക്ക് എന്താണ്? സഖി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈകാരാന്തമാണ്. അപ്പോൾ സഖിയുടെ തൃതീയ തന്നെ വരേണ്ട. കൂട്ടുകാരികളോടൊപ്പം. അവിടെയും അതുപോലെ കൂട്ടുകാരികളല്ല, ബഹുവചനമല്ല, ഏകവചനമാണ്, കൂട്ടുകാരിയാണ്. അപ്പോൾ എങ്ങനെ? സഖി ശബ്ദത്തിൻ്റെ തൃതീയ വരണം.
സഖ്യ സഖ്യ സഖ്യ. ഇനി തൃതീയ വരുമ്പോൾ സഹ ഒപ്പം വന്നു. സഹ സഖ്യ സഹ. ഉദ്യാനത്തിലേക്കാണ് പോകുന്നത്. ഉദ്യാനത്തിന് എന്ത് പറയും? ഉദ്യാനം തന്നെയാണ്. അതിൻ്റെ ഉദ്യാനത്തിലേക്കെന്ന് പറയുമ്പോൾ ദ്വിതീയാണ് വരേണ്ടുന്നത്. ഉദ്യാനം ഉദ്യാനെ ഉദ്യാനാനി. അത് ദ്വിതീയം അഗൈൻ ഉദ്യാനം. ഉദ്യാനം ഉദ്യാനം. ഇനി പോകും. പോകുക എന്നുള്ളതിന് ലട്ടെങ്ങനെ വന്നു? ഗച്ഛതി ഗച്ഛതഃ ഗച്ഛന്തി. ലങ് അഗച്ഛത് അഗച്ഛതാം അഗച്ഛൻ. ലിട്ട് അതായത് ഫ്യൂച്ചർ ടെൻസ് വന്നപ്പോൾ ഗമിഷ്യതി ഗമിഷ്യതഃ ഗമിഷ്യന്തി. അപ്പം ഇവിടെ ആരാണ്? അവളാണ്. സായാകുമ്പോൾ പ്രഥമ പുരുഷൻ തന്നെ. അപ്പം ഗമിഷ്യതി ഗമിഷ്യതി. അടുത്ത നിങ്ങൾ അവിടെ എന്ത് കാണും? നിങ്ങൾ നിങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ത്വം യുവം യൂയമാണ്. നിങ്ങൾ എല്ലാവരും എന്നുള്ള മധ്യപുരുഷനിൽ വരുന്നതാണ്. അപ്പോൾ യൂയം യൂയം. ഇനി അവിടെ എന്നുള്ള എന്താ പറയുന്നത്? അത്ര. ഇവിടെ എന്നുള്ളത് എന്ത് പറഞ്ഞു? അല്ല, അത്ര തത്ര അവിടെ. ഇവിടെ എന്നുള്ളതിന് അത്ര. അപ്പം അത്ര തത്ര. അപ്പം അവിടെ എന്താണ്? അത്ര തത്ര. തത്ര തത്ര യൂയം തത്ര. എന്ത്? കിം കിം. ഇനിയാണ് നോക്കിക്കോളൂ. കിം കഴിഞ്ഞ് കാണും. കാണുക എന്നുള്ളതിന് വർത്തമാനകാലത്തിൽ ലട്ടെങ്ങനെ വന്നു? പശ്യതി പശ്യതഃ പശ്യന്തി. അല്ല അങ്ങോ അപശ്യത് അപശ്യതാം അപശ്യൻ. ഇനി ലിട്ട് എങ്ങനെ വരും എന്നാണ് നോക്കിക്കോളൂ. ദൃശ്യധാതുവിൻ്റെ ലിട്ട് ഫ്യൂച്ചർ ടെൻസ് വരുന്നത് ദ്രക്ഷ്യതി ദ്രക്ഷ്യതഃ ദ്രക്ഷ്യന്തി. മധ്യപുരുഷൻ ദ്രക്ഷ്യസി ദ്രക്ഷ്യതഃ ദ്രക്ഷ്യത. ദ്രക്ഷ്യാമി ദ്രക്ഷ്യാവഹ ദ്രക്ഷ്യാമഹ. അപ്പോൾ ഇതിൽ ഏതാണ് ഇവിടെ വരേണ്ടുന്നത്? കിം എന്ത് കാണും? നിങ്ങളാണ്. അപ്പം മധ്യപുരുഷനിലേ വരേണ്ടത്. നിങ്ങൾ ബഹുവചനം വന്നു ദ്രക്ഷ്യത. കിം ദ്രക്ഷ്യത. കിം ദ്രക്ഷ്യത. ക്വസ്റ്റ്യൻ മാർക്ക്. അടുത്ത ആ ഫലങ്ങൾ ആര് ഭക്ഷിക്കും? ആ ഫലങ്ങൾ. ഫലങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഫലം ഫലേ ഫലാനി. അപ്പോൾ ആയു എന്ത് തന്നെ വരണം? ബഹുവചനം തന്നെ വരണം അല്ലേ? അപ്പോൾ തദ്തേ താനി തദ്തേ താനിയാണ്. ആ ഫലങ്ങൾ. താനി ഫലാനി താനി ഫലാനി. ആരെന്നുള്ളതിനെന്താ? കഹ കഹ ഭക്ഷിക്കും. ഭക്ഷിക്കുന്ന ഭക്ഷേതി ഭക്ഷേതഃ ഭക്ഷേദ്യാണ് ലട്ട്. അഭക്ഷയത് അഭക്ഷേതാം അഭക്ഷയനാണ് ലങ്. അപ്പം ലിട്ട് എങ്ങനെ വരും? ഭക്ഷയിഷ്യതി ഭക്ഷയിഷ്യതഃ ഭക്ഷയിഷ്യതി. ഇവിടെ എന്താണ്? ആര് ഭക്ഷിക്കും എന്നുള്ളത് ആര് സിംഗുലർ അല്ലേ? അപ്പം ഭക്ഷയിഷ്യതി ഭക്ഷയിഷ്യതി. കഹ ഭക്ഷയിഷ്യതി. അടുത്തത് നിങ്ങൾ എപ്പോൾ കത്തുകൾ എഴുതും? നിങ്ങൾ എഗെയിൻ നിങ്ങളാണ്. നിങ്ങൾ എന്ന് പറയുമ്പോൾ നേരത്തെ വന്നില്ല നിങ്ങൾ. അപ്പോൾ അവിടെ യൂയം. നിങ്ങൾ ബഹുവചനം. യൂയം. എപ്പോൾ. എപ്പോൾ എന്നുള്ളത് എന്താ? കഥാ കഥാ. കത്തുകൾ എന്താണ്? നേരത്തെ വന്നിട്ടുണ്ട്. കത്തുകൾ. പത്രം പത്രേ പത്രാണി പത്രാണി പത്രാണി. എഴുതും. ലിഖ് ധാതുവാണ് വരേണ്ടുന്നത്. ലിഖതിയുടെ പിന്നെ വർത്തമാനകാലം ലട്ടെങ്ങനെ വരും? ലിഖതി ലിഖതഃ ലിഖന്തി. ലങ് അലിഖത് അലിഖതാം അലിഖൻ. എന്നാൽ ലിട്ട് എങ്ങനെ വരും? ലേഖിഷ്യതി ലേഖിഷ്യതഃ ലേഖിഷ്യന്തിയാണ്. അപ്പം ഇവിടെ എങ്ങനെ വരും? യൂയമാണ് മധ്യപുരുഷൻ. അപ്പം ലേഖിഷ്യസി ലേഖിഷ്യതഃ ലേഖിഷ്യത. ഇവിടെ യൂയം മധ്യപുരുഷൻ ബഹുവചനമാണ്. ലേഖിഷ്യത. ലേഖിഷ്യത. അവിടെ ക്വസ്റ്റ്യൻ മാർക്ക്. ഈ രീതിയിലാണ് വരുന്നത്. ഇനി അടുത്തത് നിങ്ങൾ രണ്ടുപേരും എപ്പോൾ കത്തുകൾ എഴുതും? നിങ്ങൾ രണ്ടുപേരും. നേരത്തെ നിങ്ങളാണ്. അപ്പം നിങ്ങളാകുമ്പോൾ യൂയം വന്നു. നിങ്ങൾ രണ്ടുപേരാകുമ്പോൾ എന്താണ്? ത്വം യുവാം. യുവാമാണ് അല്ലേ? നിങ്ങൾ രണ്ടുപേർക്ക് യുവാം. ഇനി കത്ത് എപ്പോൾ എന്നുള്ളത് കഥാ കഥാ. കത്തുകൾ നേരത്തെ വന്നു. പത്രാണി പത്രാണി.
എഴുതും. നേരത്തെ വന്നില്ലേ എഴുതും. ലേഖിഷ്യത ആണ് മറ്റതിൽ വന്നത്. പക്ഷെ ഇവിടെ ലേഖിഷ്യസി, ലേഖിഷ്യത, ലേഖിഷ്യത. അപ്പം ലേഖിഷ്യത അല്ലേ, യുവാൻ വരുമ്പോൾ ലേഖിഷ്യത. ലേഖിഷ്യത, ലേഖിഷ്യത. അടുത്ത ഞങ്ങൾ നിങ്ങളോടൊപ്പം പോകില്ല. ഞങ്ങൾ എന്നുള്ളത് അഹം ആവാം വയമാണ്. ഞങ്ങൾ വയം. ഇനി നിങ്ങളോട് എന്നുള്ളത് ഏത് വിഭക്തിയാണ്? തൃതീയാണ് അല്ലേ. തൃതീയ വരുമ്പം ആൽ ഓട്. അപ്പോൾ ഏതാ വരുന്നത്? യുഷ്മ ശബ്ദത്തിൻ്റെ തൃതീയ വരണം. തൃതീയ എന്ന് പറയുമ്പോൾ ബഹുവചനവും തന്നെ വരണം. ത്വയാ യുവാഭ്യാം യുഷ്മാഭിഹി എന്നാണ്. ത്വയാ നിന്നാൽ, യുവാഭ്യാം നിങ്ങൾ രണ്ടുപേരോടൊപ്പം അല്ലെങ്കിൽ രണ്ടുപേരോട്, യുഷ്മാഭിഹി നിങ്ങളോട്, യുഷ്മാഭിഹി, യുഷ്മാഭിഹി. ഇനി എപ്പോഴും തൃതീയ വരുമ്പോൾ സഹ വരുമെന്ന് പറഞ്ഞു. ഒപ്പം വന്നിട്ടുണ്ട് സഹ, സഹ. ഇനി ഞാൻ നോക്കും, പോകില്ല എന്നാണ്. പോകില്ല, പോകില്ല അത് ഫ്യൂച്ചർ ടെൻസ് അല്ലേ. പോകുന്നുള്ളതിന് ഗച്ഛതി ഗച്ഛത ഹരിച്ച്. അപ്പം ഇപ്പോൾ അതിൻ്റെ പിന്നെ ഫ്യൂച്ചർ ടെൻസ് അല്ലെങ്കിൽ ഇല്ലറോട്ട് എങ്ങനെ വരും? ഗമിഷ്യതി ഗമിഷ്യത ഗമിഷ്യന്തി. അപ്പം ഇല്ല ന കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? വയമാണ്. വയമാകുമ്പം പിന്നെ ഉത്തമ പുരുഷനാണ്. ഗമിഷ്യാമി, ഗമിഷ്യാവഹ, ഗമിഷ്യാമഹ. അപ്പം ഏത് വരും? ഗമിഷ്യാമഹ. അപ്പം യുഷ്മാഭിഹി സഹ ന ഗമിഷ്യാമഹ. ഗമിഷ്യാമഹ. അടുത്ത ജലമില്ലാതെ വൃക്ഷങ്ങൾ നശിക്കും. ജലമില്ലാതെ വൃക്ഷങ്ങൾ നശിക്കുന്നതാണ്. ജലം ഇല്ലാതെ, ഇല്ലാതെ എന്നുള്ള വിന, വിനാ ജലം അല്ലെങ്കിൽ ജലം വിന അങ്ങനെയും പറയാം. വിനാ ജലം അല്ലെങ്കിൽ ജലം വിന എന്താണ്? ജലം വിന, ജലം വിന. ഇനി വൃക്ഷങ്ങൾ എന്നുള്ളതിനെ അറിയാം. വൃക്ഷാഹ പറയാം, പാതപാഹ പറയാം. വൃക്ഷാഹ ബഹുവചനമാണ്. അല്ലെങ്കിൽ പാതപാഹ, പാദപാഹ, പാതപാഹ. നശിക്കും എന്നുള്ളതിന് എന്തോന്നാണ് പറയാൻ? നശിക്കും. നശ്യതി, നശ്യത, നശ്യന്തിയാണ് ലട്ട്. അനശ്യത്, അനശ്യതാം, അനശ്യന്താണ് എന്ത് ലങ്. ഇനി ഋട്ട് എങ്ങനെ വരും? നക്ഷ്യതി, നക്ഷ്യതി എന്നാണ്. അപ്പം ഇവിടെ പഠിക്കുക. പിന്നെ വൃക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ ബഹുവചനമാണ്. നക്ഷ്യതി, നക്ഷ്യതഃ, നക്ഷ്യന്തി, നക്ഷ്യന്തി, നക്ഷ്യന്തി. ഇനി അടുത്തത് ആരാണോ പഠിക്കുന്നത് അവൻ തന്നെ ജയിക്കും. ആരാണോ എന്നുള്ളതിന് യഹ, യഹ, യഹ അത് സിംഗുലറാണ്. യഹ, യൗ, യേ ആണ് അതിൻ്റെ പ്രഥമ വിഭക്തി. അപ്പം യഹ ആരാണോ, യഹ പഠിക്കുന്നത്, അത് ഫ്യൂച്ചർ ടെൻസ് അല്ലേ. പഠിക്കുന്നത് പഠിഷ്യതി, പഠിഷ്യതഃ, പഠിഷ്യന്തി. അപ്പോൾ ഇവിടെ സിംഗുലറാണ്. അപ്പോൾ എന്ത് ചെയ്യണം? പഠിഷ്യതി, യഹ പഠിഷ്യതി, യഹ പഠിഷ്യതി. ഇനി അവൻ, അവൻ എന്നുള്ള സഹ, അവൻ അവൻ തന്നെ, സയേവ, സയേവ അവൻ തന്നെ എന്ത് ചെയ്യണം? ജയിക്കുക എന്നുള്ളതിന് ഉത്തീർണഹ എന്നാണ്. ജയിക്കുക, ഉത്തീർണഹ. പിന്നെ അതിൻ്റെ ഫ്യൂച്ചർ ടെൻസ് വരണം ഭവിഷ്യതി. ഉത്തീർണഹ ഭവിഷ്യതി, ഉത്തീർണഹ ഭവിഷ്യതി. ഉത്തീർണഹ ഭവിഷ്യതി. അപ്പോൾ സയേവ യഹ പഠിഷ്യതി, സയേവ, സഹ ഏവ ചേർത്ത് പറയുമ്പോൾ നമ്മൾ അവിടെ വിസർഗം പറയണമെന്നില്ല. സയേവ ഉത്തീർണഹ ഭവിഷ്യതി, അവൻ തന്നെ ജയിക്കും. അപ്പോൾ ഇതാണ് ഫ്യൂച്ചർ ടെൻസ്. ഇനി അടുത്ത ബാക്കി കുറേ കൂടെ ഞാൻ അടുത്ത തരവ് മനസ്സിലാവും കുറച്ചുകൂടെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.